തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെ വിലയിരുത്തി തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക എന്ന ഉറച്ച ബോധ്യമുണ്ട്. പെരിന്തൽമണ്ണ ടീം UDF ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നലെ മുതൽ ഞങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ചുമതലയേറ്റു. ഇന്ന് നോമിനേഷൻ തുടങ്ങി. ഇനി മുതൽ വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. പെരിന്തൽമണ്ണയിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സബ് കളക്ടർ സാക്ഷി മോഹന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. നോമിനിയായിട്ട് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK മാസ്റ്ററാണ്. പിന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ ഡെമ്മി സ്ഥാനാർത്ഥികൾ വരും. അദ്ദേഹം പ്രകടനമായും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പം ലീഗ് ഓഫീസിന് സമീപത്ത് നിന്ന് പ്രകടനമായാണ് സബ് കളക്ടർ ഓഫീസിലെത്തി പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇനി പോരാട്ട ചൂടിലേക്കാണ്. നമുക്ക് MLA നജീബ് കാന്തപുരത്തിന്റെയും മറ്റ് നേതാക്കളുടെയൊക്കെ പ്രതികരണം തേടാം. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFന്റെ നേതാക്കളുടെയൊക്കെ കൂടെ ഞങ്ങളുടെ പ്രവർത്തകരായി കൂടെ ഒരുമിച്ചെത്തി നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്ന് മുതൽ ഞങ്ങളുടെ പ്രവർത്തനം UDFന്റെ കമ്മിറ്റി ആസൂത്രണം ചെയ്യുന്ന മുറക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെ വിലയിരുത്തി തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക എന്ന ഉറച്ച ബോധ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് അതേപോലെ തുടർന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. രണ്ടാം തവണയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു വിജയപ്രതീക്ഷ എത്രത്തോളം? 100% പാർട്ടിയോട് എനിക്ക് കടപ്പാടും നന്ദിയുണ്ട്. കാരണം ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണയിൽ തന്നെ എനിക്ക് അവസരം നൽകിയതിന് നന്ദിയുണ്ട്. വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് ജനങ്ങളുടെ പൾസ് പൂർണ്ണമായിട്ടും അറിയാം. ജനങ്ങൾ നൽകുന്ന പിന്തുണ അറിയാം, ജനങ്ങളുടെ സ്നേഹം അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ UDFന് വിജയിച്ചു കയറാൻ സാധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പെരിന്തൽമണ്ണ. അതെ, ഞങ്ങൾ എന്തായാലും പ്രചരണം അതിൻ്റെ മുറക്ക് UDF ആവിഷ്കരിക്കും. അത് നേതാക്കൾ അതിൻ്റെ നല്ല ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൊതുപരിപാടികളുണ്ട്, അതുപോലെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ഉണ്ടാകും. അത് വളരെ കുറഞ്ഞ സമയമാണ്. പരമാവധി ആളുകളിലേക്ക് നേരിട്ടെത്തുക എന്നതായിരിക്കും ഞങ്ങളുടെ മുൻഗണന. ഓക്കെ, ഒരു സെറ്റ് പത്രിക കൊടുത്തു. പെരിന്തൽമണ്ണ ടീം UDF ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നലെ മുതൽ ഞങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ചുമതലയേറ്റു. ഇന്ന് നോമിനേഷൻ തുടങ്ങി. ഇനി മുതൽ വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. പെരിന്തൽമണ്ണയിലെ UDFകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര വിജയം ഉണ്ടാക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു സംശയമില്ലാതെ 20,000-ലധികം വോട്ടിൽ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യം ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. അതിനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏതായാലും 100% ഇവിടെ വിജയപ്രതീക്ഷ പോലെ സംസ്ഥാനത്ത് UDFന്റെ ഒരു തിരിച്ചുവരവ് കൂടി ഉണ്ടാവോ? സംസ്ഥാനത്തിൽ എന്താ സംശയം? 100-ലധികം സീറ്റോട് കൂടി UDF അധികാരത്തിൽ വരും. ഒരു നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100-ലധികം സീറ്റ് UDFന് ഉണ്ടാകുമ്പോൾ പെരിന്തൽമണ്ണയിൽ ചരിത്ര വിജയമായി നജീബ് കാന്തപുരം തിരുവനന്തപുരത്തെത്തും. അല്ല, ഇങ്ങനെ ചോദിക്കാൻ കാരണം ഇപ്പൊ K.സുധാകരൻ അത് കഴിഞ്ഞു. K.സുധാകരൻ തിരുവനന്തപുരം കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ വിട്ടിട്ടോ കോൺഗ്രസിനെതിരായിട്ടൊന്നും K.സുധാകരൻ ചെയ്യാൻ കഴിയില്ല. അദ്ദേഹമാണ് ഞങ്ങളുടെ കരുത്ത്. അതിന് സംശയമില്ല. കോൺഗ്രസ് ശക്തമാണ്, UDF അതിശക്തമാണ്. അപ്പോൾ നജീബ് കാന്തപുരം പത്രിക സമർപ്പണം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. അദ്ദേഹം പറഞ്ഞത് വലിയ ആത്മവിശ്വാസമുണ്ട്, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് വീണ്ടും അവസരം കൊടുത്തത്, പാർട്ടി അദ്ദേഹത്തിന് അവസരം കൊടുത്തത് അത് വളരെ സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. മാത്രമല്ല, നേതാക്കള് KPCC ജനറൽ സെക്രട്ടറി V. ബാബുരാജ്, അതുകൂടാതെ അഡ്വക്കേറ്റ് AK മുസ്തഫ തുടങ്ങി പ്രമുഖ S. അബ്ദുൽ സലാം, AK നാസർ മാസ്റ്റർ തുടങ്ങിയ എല്ലാ പ്രമുഖ നേതാക്കളോടൊപ്പമാണ് പത്രികാ സമർപ്പണത്തിനെത്തിയതായാലും ഇനി പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. വിജയിച്ചു വരുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിനൊപ്പമുള്ള നേതാക്കളും പ്രവർത്തകരും പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എത്രയോളം ഉണ്ട്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള പ്രവർത്തകർ പറയുന്നത്. വിജയവും പരാജയവും തീരുമാനിക്കുന്നത് ജനങ്ങളാണ്, ജനം തീരുമാനിക്കും. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.